നമ്മളൊക്കെ ഇന്ത്യ എന്നാന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ പാകിസ്ഥാൻ സിന്ദാബാദ് ഇങ്ങനെയാണ് ഇവിടുത്തെ പറയും. ആയിക്കോട്ടെ ഏട്ടാ ശരി. എന്നെ അറിയാം. അപ്പൊ എന്നെ ഷെറിനല്ലേന്ന് ചോദിച്ചു എന്റെ പാകിസ്ഥാനിൽ ഇസ്ലാമത് ഹോട്ടലിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി. അവർക്ക് അത്ഭുതമായിരുന്നു. ഇന്ത്യ എന്ന് വന്നോ അവിടെ ചെല്ലു ചോദിക്കും ഇന്ത്യ എന്നാണ് നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടിയെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ അത്ഭുതത്തോടെ ആണ് അവർക്ക് കാണുന്നത്. അവരെ ഇന്ത്യക്കാരെ അധികം കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പൊ പോകുമ്പോൾ ചിലപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. കറാച്ചിയിലൊക്കെ മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പാകിസ്ഥാനികൾ. മെസ്സേജ് വന്നു അപ്പൂപ്പനോ അച്ഛനോ ആരോ കേരളത്തിൽ നിന്നുള്ളതാണ്, ഞാൻ പാകിസ്ഥാനിയാണ്, നിങ്ങൾ കറാച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് തരാം, സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് ഇവരാണ്. നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനിൽ പോയത്, നമ്മുടെ ശത്രു രാജ്യമല്ലേ, ഇപ്പോൾ ഭയങ്കര പ്രശ്നം, ചിലർ ചീത്ത കളി. ശത്രു രാജ്യം എന്ന് പറഞ്ഞാൽ കറന്റ്ലി ശത്രു രാജ്യമാണ്. ഭാവിയിൽ ചിലപ്പോൾ നമ്മളായിട്ട് കൂട്ടായ അപ്പോൾ ശത്രു രാജ്യം എവിടെ പോകും. കുറെ പേര് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് പൂട്ടി പോകുന്നില്ല. കാരണം അവിടെ ഇത് നോക്കുന്ന ആള് മണ്ടന്മാരൊന്നല്ലല്ലോ. ഡിസ്ലൈക്ക് ബട്ടൺ മാറ്റിയത് എന്താ, അത് ഇന്ത്യക്കാരുടെ ഗുണം കൊണ്ടാണ്. ഓരോ സിറ്റി വിടുമ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സീലൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ. അതുപോലെ ചെല്ലുമ്പോഴും ആരെങ്കിലും വന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? കൂടുതൽ വരും ചായ വേണോ ഭക്ഷണം കഴിച്ചിട്ടോ, ഭയങ്കര സ്നേഹമായിട്ടാണ് നമ്മളൊരു പെരുമാറിയിരുന്നത്. 5 സ്റ്റാർ ഹോട്ടൽ, ഒരു ദിവസം 7000 രൂപ. നമ്മുടെ ബഡ്ജറ്റ് തെറ്റി. 5 ദിവസം അവിടെ കിടക്കേണ്ടത്. അഫ്ഗാൻ, ശ്രീലങ്ക, മാൽദീവ്സ്, ബംഗ്ലാദേശ്, ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ട്രീറ്റ്മെന്റിന് ഇന്ത്യയിലോട്ട് വരുന്നവരാണ്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. വെൽക്കം ഷെറിൻ വ്ലോഗ്സ്. സ്വാഗതം. നമസ്കാരം. ഞാൻ വീഡിയോസൊക്കെ പണ്ടൊട്ടേ കാണുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ യാത്രകൾ നമ്മളുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന ഞാൻ പല സ്ഥലങ്ങളിൽ പല ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം ഷെറിൻ തുടങ്ങിയ 7-8 വർഷം മുമ്പ് ഇട്ട വീഡിയോ തൊട്ട് ഇങ്ങോട്ടിപ്പോൾ എത്തി നിൽക്കുന്ന, പാകിസ്ഥാൻ കഴിഞ്ഞ് ഇപ്പോൾ തായ്ലൻഡ് വരെ എത്തി നിൽക്കുന്ന യാത്രകളിൽ ഷെറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു കാഴ്ചപ്പാടുകൾ മാറി എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത്? അത് എനിക്ക് തോന്നി ശരിക്കും മാറും. നമ്മളുടെ ചിന്തകൾ മാറും. ശരിക്കും പറഞ്ഞൊരു എഡ്യൂക്കേഷനാണല്ലോ. ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കണം. അവിടുത്തെ ആൾക്കാരുടെ രീതി, അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ സ്വഭാവത്തിൽ ഇത് വ്യത്യാസം വരും. ശരിക്കും ഒരു എഡ്യൂക്കേഷനാണ്, സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലെന്നുള്ളത്. അങ്ങനെ ഒരു ഇപ്പം ഞാൻ ചോദിക്കും, ഇപ്പം നമ്മളിപ്പോൾ ഈ യാത്ര പോയി ഇപ്പം തന്നെ നമ്മളിപ്പം ഓഫ് ക്യാമറ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ഇനിയുള്ള പ്ലാനുകളൊക്കെ പറഞ്ഞു. ഓരോ സ്ഥലത്ത് എന്നിട്ടാണ് മേടിക്കുന്നത് പല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഷെറിന് ഒരു സ്ഥലത്ത് യാത്ര പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു, ആ സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്നു. അപ്പം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളുടെ പ്ലാനുകളെല്ലാം അപ്സൈഡ് ഡൗൺ പോലെ നമ്മൾ ഫുൾ ക്യാൻസൽ ആവണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ എപ്പോഴും ഒരു പ്ലാൻ ബി കരുതിയിട്ടാണോ പോകണേ? അല്ല, പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അവിടെ എവിടെയെങ്കിലും താമസിക്കുക, അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോകാന്നുള്ള ഓപ്ഷനുകൾ. ഇപ്പം നമ്മൾ ഇതുപോലെ ഇന്ത്യ മൊത്തം കറങ്ങിയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ട്രിപ്പ്, എല്ലാ സ്റ്റേറ്റിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത്, റോഡ് ട്രിപ്പ് 2023. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിസംബറിലായിരുന്നു. ആ സമയത്ത് ഹോട്ടൽ പോലും ഇല്ലാത്ത ഏരിയ സമയമാണ്. ഈ കാർഗിലിന് മാത്രം ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്തോ ഉണ്ട്. വേറെ എല്ലാ ഹോട്ടലും അടയ്ക്കും. സീസണല്ല ഡിസംബറിൽ. കാരണം മറ്റേ ബാത്റൂമില്ലേ, അതിനകത്ത് വെള്ളം വരെ അവർ കോരിക്കളഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യും. കാരണം വെള്ളം കിടന്നാൽ അത് ഐസായി പോകും. അപ്പോൾ ആ പൈപ്പ് മൊത്തം പൊട്ടിപ്പോവും, ക്ലോസറ്റ് ഒക്കെ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ഹോട്ടലും അടയ്ക്കും. അങ്ങനത്തെ സീസണിൽ ഡിസംബറിൽ ഞാൻ ലഡാക്ക് പോയി. അപ്പോൾ 1-2 ഹോട്ടലേ ഉള്ളു. പോയിട്ട് ഞങ്ങൾ തിരിച്ച് മറ്റേ ഉമ്മിംഗ്ല എന്ന് പറയുന്ന ഒരു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റോഡാണ് ഉംലിംഗ്ല എന്ന് പറയും ലഡാക്കിൽ. അത് ചൈന ബോർഡറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാർഗിലിൽ വന്ന് പിന്നെ സോജില പാസ് വഴി വേണം ശ്രീനഗർ എത്തി വേണം താഴത്തോട്ട് വരാൻ. ഞങ്ങൾ കാർഗിലെത്തി സോജില പാസിലോട്ട് പോണ സമയത്ത് ലഡാക്കിൻ്റെ അവിടെ ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് വരുന്നത് അവിടെയാണ്. -60 വന്നിട്ടുണ്ട് പണ്ട്. ദ്രാസ് എന്ന് പറഞ്ഞാൽ മറ്റേ പണ്ട് കാർഗിൽ യുദ്ധം നടന്ന. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പാണ്. ഈ ഡിസംബർ സമയത്താണ് പോകണം, മഞ്ഞാണ് റോഡ് മൊത്തം. അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് വണ്ടി ഓടിച്ചു പോയത്. ഈ സമയത്ത് സോജില പാസിൽ സോജില പാസ് അറിയാലോ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾ മരിക്കുന്ന സ്ഥലം കൂടിയാണ്. ഭയങ്കര ഡേഞ്ചറാണ് റോഡ്. ഇപ്പോൾ പുതിയ ടണലൊക്കെ വരുന്നുണ്ട്, അത് വന്നാൽ ഓക്കെയാണ്. പക്ഷെ ആ സമയത്ത് റോട്ടിൽ മഞ്ഞിടിഞ്ഞ് വീണിട്ട് 5 ദിവസം ഞങ്ങൾ പെട്ട്. ഞങ്ങളുടെ പ്ലാനൊക്കെ തെറ്റിയില്ല. വേറെ ഹോട്ടലില്ലാത്ത സ്ഥലം. എന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ഒരു ദിവസം 7000 രൂപ. നമ്മുടെ ബഡ്ജറ്റ് തെറ്റി. 5 ദിവസം അവിടെ കിടക്കേണ്ടത്. വേറെ ഹോട്ടലില്ല. അന്ന് വേറെ നിവൃത്തിയില്ല, കാശ് കൊടുത്ത് അവിടെ കിടക്കലേ ഉള്ളൂ. അപ്പോൾ വേറെ പ്ലാൻ ബി ഇടാനും പറ്റില്ല. കാർഗിലിൽ നിന്ന് പിന്നെ ലേയിലോട്ടും കിലോമീറ്ററോളം പോകണം, അതും ഈ മഞ്ഞിട്ട റോട്ടിൽ കൂടെ. അത് അതിനും വലിയ ഡേഞ്ചറാണ്.
അവിടെ നിന്ന് ചിലപ്പോൾ ഫ്ലൈറ്റ് കിട്ടുമായിരിക്കും. വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ഞങ്ങൾ 5 ദിവസം അവിടെ നിന്നപ്പോൾ ഭാഗ്യത്തിന് 5 ദിവസം കഴിഞ്ഞപ്പോൾ മിലിറ്ററി മഞ്ഞൊക്കെ മാറ്റി, എന്നിട്ടാണ് പിന്നെ അതുവഴി പോയത്. അപ്പം ഇങ്ങനത്തെ പല സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ സിക്കിമിൽ വെച്ചിട്ട് നോർത്ത് സിക്കിം പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോയ റോഡില്ല, മറ്റേ ഉരുൾപൊട്ടൽ വന്ന് റോഡ് മൊത്തം പോയി. അവിടെയും കിടന്ന് കുറേ ദിവസം. എന്നിട്ടാണ് പിന്നെ വണ്ടി പോകാനിട്ട് നമ്മളെ പെട്ടിയും ലഗേജൊക്കെ ഇട്ട് ഈ ഉരുൾപൊട്ടലിൽ കൂടി നടന്ന് ക്രോസ് ചെയ്ത് പിന്നെ അപ്പുറത്തൊരു ടാക്സി കിട്ടി. അങ്ങനെയാണ് നമ്മൾ പല സ്ഥലത്തോട്ടൊക്കെ പോയത്. അത്രയും റിസ്ക് അങ്ങനെ പല സിറ്റുവേഷനിലും വരും. പിന്നെ ഇതുപോലെ തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ സമയത്ത് കൊറോണ അടിച്ചിട്ട് ശ്വാസം കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഒരു 9 കിലോമീറ്ററും കൂടി ഉള്ളായിരുന്നു മെയിൻ എൻഡ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു ഹെലികോപ്റ്റർ എടുത്ത് തിരിച്ച് വന്ന് 10 ദിവസം കൊറോണ അടിച്ചിട്ട് നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ സ്റ്റേ അപ്പോൾ ലോക്ക്ഡൗൺ ആയി. കാഠ്മണ്ഡു ഫുള്ള് ലോക്ക്ഡൗൺ, ഫ്ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. 10 ദിവസം അവിടെ കിടന്ന ഹോട്ടലിൽ, വേറെ തീർത്തില്ല. അതും കൊറോണ ആയിട്ട് ആരുമില്ല ഹെൽപ്പ് ചെയ്യാനും. അങ്ങനെ പല സിറ്റുവേഷൻ കൂടി പോകും. പല എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു യാത്രയാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. ഇല്ല, അതിനൊക്കെ നമുക്ക് കാരണം ഇതിനും വലിയ പ്രശ്നമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വന്നാൽ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിങ്ങനെ കഴിഞ്ഞ് പോവും, ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. അപ്പോൾ എത്ര വലിയ പ്രശ്നം വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അതൊക്കെ ഈ യാത്രയിൽ കൂടി പഠിക്കുന്ന. കാരണം നമ്മൾ നിരന്തര യാത്രയിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ. പല സിറ്റുവേഷനിൽ ഇതുപോലെ മാറി മറിഞ്ഞൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. അതൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന നല്ല കാര്യങ്ങൾ. ഇപ്പം ഈ പറഞ്ഞില്ല മറ്റേ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു, 5 ദിവസം താമസിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പല ചില ട്രാവൽ ബ്ലോഗേഴ്സ് ടെൻറ്റ് കൊണ്ടു നടക്കുന്നതും ടെൻറ്റിൽ താമസിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു ഓപ്ഷനാക്കി അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പം ടെൻ്റ് ആയിട്ട് മാത്രം പോയിട്ടില്ല. പക്ഷെ നമ്മൾ ടെൻറ്റ് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ടെൻറ്റിലൊക്കെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് ഉണ്ടല്ലേ? പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ലഡാക്കിൽ തന്നെ അങ്ങനെ നമ്മൾ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എപ്പോഴും പോസിബിൾ അല്ല. ഒരു -डिग्री ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് ടെൻറ്റിൽ കിടക്കാൻ പറ്റില്ല, മരിച്ചു പിറ്റേ ദിവസം എണീക്കില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ടെൻറ്റിൻ്റെ ഒപ്പം തന്നെ മറ്റേ സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിക്കണം, -20 അല്ലെങ്കിൽ കാലാവസ്ഥക്ക് പറ്റിയത്. അല്ലെങ്കിൽ ടെൻറ്റിൽ കിടക്കൽ പോസിബിൾ അല്ല, ഹോട്ടലിൽ തന്നെ കിടക്കേണ്ടി വരും. അത് ഓരോ കാലാവസ്ഥയും ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകത ഒക്കെ അനുസരിച്ച് പറ്റുള്ളൂ. കാലാവസ്ഥ മോശമാണെങ്കിൽ ടെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോട്ടലൊന്നും ഇല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും അവിടുത്തെ ലോക്കൽ ഹെൽപ്പ് ചെയ്തിട്ട് അയാളുടെ വീട്ടിൽ കിടക്കണം. അങ്ങനെ പല സിറ്റുവേഷനാണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും തരണം ചെയ്യും. അതന്നെ. ഇപ്പം ഈ ലോക്കൽ ഹെൽപ്പ് ചെയ്യുന്ന പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും കിട്ടിയിട്ട് സൗഹൃദം ഉണ്ടോ? ഉണ്ട്. ഞാനിപ്പോൾ ഇന്തോനേഷ്യ പോയ ഞാൻ താമസിച്ച സ്ഥലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് എനിക്കിപ്പോഴും കണക്ഷനുണ്ട്. പല നാട്ടിലെ ആൾക്കാരായിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട്. ഇനി വരുമ്പോൾ കാണണം. ഞാൻ പിന്നെ വീണ്ടും അങ്ങോട്ട് യാത്ര ചെയ്യാത്തതുകൊണ്ടാണ്. ചെയ്ത് കഴിഞ്ഞെങ്കിൽ പണ്ട് പോയ വീഡിയോയിലൊക്കെ കണ്ട ആൾക്കാരെ വീണ്ടും കാണണമെന്നുണ്ട് ഇടയ്ക്ക് പോകുമ്പോൾ. പിന്നെ അങ്ങോട്ട് പോകണതൊരു എക്സ്പെൻസാണ്, നമുക്ക് പിന്നെ വേറെ കാര്യമില്ലാത്തതുകൊണ്ട് ആണ് അങ്ങോട്ട് പോകാത്തത്. അത് ഈ പണ്ട് പോയ ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോഴും അറിയാം, പല സ്ഥലത്തും താമസിച്ച ആൾക്കാരെയും. നമ്മൾ ഇരിക്കുന്ന പാകിസ്ഥാൻ യാത്രയെ പറ്റി ചോദിക്കാനാണ്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു വളരുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര ആളുടെ യാത്രകളായിരിക്കും. ഒരു പക്ഷെ ആളുടെ യാത്രകൾ ഈ ഒരു പാത പിന്തുടരാൻ വേണ്ടി പിന്നെ ഞാനൊക്കെ ചെറുപ്പം തൊട്ട് ഇൻസ്പിറേഷൻ അങ്ങനെ ആയിട്ടില്ലേ? അതെ. പണ്ട് ഏഷ്യാനെറ്റിൽ വരുമ്പോൾ ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രമേ ഇരിക്കുമായിരുന്നു. സഞ്ചാരം സ്ഥിരം പരിപാടി. പിന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ കാണുന്നു. അല്ലാണ്ട് അത് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ട്രാവലൊക്കെയുള്ള ഒരു സാധനമൊക്കെ വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അമേരിക്കയിൽ അദ്ദേഹം പല ആവർത്തി പോയിട്ടുണ്ട്. പക്ഷെ ഓരോ തവണ ചെല്ലുന്നതോറും നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാം. ഇപ്പം ഇന്തോനേഷ്യയിൽ വീണ്ടും രണ്ടാമത് പോകുന്നില്ല എന്നുള്ള പറഞ്ഞ അല്ല പോകേണ്ടി വരും വെച്ചാല് നമ്മള്. അല്ലെങ്കിൽ പിന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ 5000 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യം. പല പല ദ്വീപുകളുണ്ട്, പല സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡായിരിക്കും കവർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ട്രിപ്പിൽ അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ USA ആണെങ്കിൽ അതും വലിയ രാജ്യം, 3 ടൈം സോൺ ഉണ്ട് അമേരിക്കയിൽ മാത്രം. അപ്പോൾ ചിലപ്പോൾ ഒറ്റത്തവണ യാത്രയിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഭീകര എക്സ്പെൻസ് വരും. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു സൈഡ് കവർ ചെയ്യുക, വലിയ രാജ്യമാണെങ്കിൽ. അപ്പം ഈസ്റ്റ് സൈഡ്, കിഴക്ക് സൈഡ് മാത്രം കവർ ചെയ്യുക, പോവുക. എന്നിട്ട് വേറെ അടുത്തൊരു 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോവുക, അടുത്ത ഭാഗം കവർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ തന്നെ ഞാനിപ്പോൾ സുമാത്ര, ജാവ, ബാലി ആ ഏരിയ മാത്രമേ പോയിട്ടുള്ളൂ. ഇതല്ലാണ്ട് വേറെ കളിമന്ത എന്ന് പറഞ്ഞ സ്ഥലവും
പിന്നെ വെസ്റ്റ് പാപ്പുവ എന്നൊക്കെ പറയുന്ന കുറേ ഏരിയകളുണ്ട്. ഓക്കെ. അതിങ്ങനെ നീണ്ടു തീർന്ന് നടക്കണം. ഇതൊന്നും തീരത്തില്ല. ഇതൊന്നും ഇന്ത്യ തന്നെ കണ്ടു തീരും. ഇപ്പം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ഞാൻ പോയി, പക്ഷെ ഇന്ത്യയിലെ എല്ലാ കാഴ്ചകളും കണ്ടോന്ന് വെച്ചാൽ ഇല്ല. ഇല്ല. കാരണം അത് ഇന്നും തീരില്ല, കാരണം ഇത് ഇങ്ങനെ കിടക്കല്ലേ. അതെ. അപ്പോൾ ഒരു കുറേശ്ശെ ആയിട്ട് കാണാനേ പറ്റുള്ളൂ. കുറച്ച് കാലം മുൻപ് വരെ നമുക്ക് ഈ ട്രാവൽ വ്ളോഗേഴ്സിനെ രണ്ടായിട്ട് തിരിക്കായിരുന്നു. ഒന്ന് സന്തോഷ് ജോർജ് കുളങ്ങരെ, ഒന്ന് മറ്റുള്ള എല്ലാവരും നമുക്ക് വേണേൽ പറയാം. സന്തോഷ് ജോർജ് കുളങ്ങര സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹം വിഷ്വൽ മാത്രമേ കാണുന്നുള്ളൂ. മറ്റു പല വ്ളോഗേഴ്സും ഒരു സ്ഥലം കാണുന്നു, അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാര്യമായിട്ട് പറയാത്ത രീതിയിൽ അത് കാണിച്ചു വിടുന്ന രീതിയിൽ പോകുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. പിന്നീട് എനിക്കൊന്ന് ഷെറിനും വേറെ 1-2 പേരും കൂടെ വരുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ ഹിസ്റ്ററി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുത്തിട്ട് ഹിസ്റ്ററി പറയുന്നു. ശരിക്കും ഒരു സ്ഥലം കണ്ടോ ഇത് ഗംഭീരമാണെന്ന് പറഞ്ഞു പോകുന്നതിലും ഇതിന്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാണുന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. സഞ്ചാരത്തിൽ 100% അത് തന്നെ ചെയ്യുന്നത്. ഷെറിനൊക്കെ അതേ ഒരു പാത തന്നെ പിന്തുടർന്ന് അതിന്റെ ഹിസ്റ്ററി പഠിച്ച് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? കാരണം നോർമലി നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ സ്ഥലം കൊള്ളാന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെയും പോകാം, അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട്. അതും ഒരു രീതിയാണ്, അത് എളുപ്പമാണ്. ഈ ഹിസ്റ്ററി പഠിച്ച് പറയാം, ആ ഒരു പാത പിന്തുടരാനുള്ള റീസൺ എന്താ? അതായത് ആദ്യം തന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഈ സന്തോഷ് സാറ് ചെയ്യുന്ന സാധനം വേറെ, നമ്മൾ ചെയ്യുന്നത് വേറെ. ഇത് എല്ലാം ഒരേ, ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, നിങ്ങൾ യൂട്യൂബിലോ ടി വിയിലോ കാണുന്നു, ഇത് പാറ്റേൺ ഒരുപോലെ ഇരിക്കും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കമ്പയർ ചെയ്യുന്നത്. ആക്ച്വലി അദ്ദേഹം ചെയ്യുന്നത് ഡോക്യുമെൻ്ററിയാണ്, വ്ളോഗറല്ല അദ്ദേഹം മാധ്യമപ്രവർത്തനാണ്. അതുപോലെ സഞ്ചാരം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിനാണ് വ്ളോഗ്സ് എന്ന് പറയുന്നത്. അതായത് മുഖം കാണിച്ചു അതിനാണ്. അതായത് ഈ പലർക്കും ഇതിന്റെ ഡെഫിനേഷൻ അറിയത്തില്ല. ഇത് വീഡിയോ ബ്ലോഗിംഗ് എന്ന് പറയും. ബ്ലോഗിംഗ് എന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ എഴുതുന്നതിനാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അതിന്റെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിനാണ് വീഡിയോ വ്ളോഗിംഗ് എന്ന് പറയുന്നത്. ഈ വീഡിയോ വ്ളോഗിങ്ങിന്റെ ഷോർട്ട് ഫോമാണ് വ്ളോഗ്. അത് ചെയ്യുന്നതിനെ വ്ളോഗർ എന്ന് വിളിക്കുന്നു. അതാണ് അതിന്റെ ബേസിക് സംഭവം. അപ്പോൾ അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ എക്സ്പീരിയൻസുകൾ ഒക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് രണ്ടും രണ്ട് സാധനമാണ്. അപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോയിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഈ ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഞാൻ മെയിൻ എപ്പോഴും പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പലർക്കും ഒരു രാജ്യത്ത് തന്നെ മ്യൂസിയം കാണാൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വെച്ചാൽ ഞാൻ എല്ലാ ചെറിയ മ്യൂസിയവും കയറി കാണും, എന്നിട്ട് ആ മ്യൂസിയത്തിലുള്ളത് കാണിക്കുകയും ചെയ്യും. പലരും അത് ജസ്റ്റ് ഇതാണ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ അത് എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ അത് കാണിക്കുന്നു. പിന്നെ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഈ സാധനം ഇന്നതാണ്, ഇതിൻ്റെ ഹിസ്റ്ററി ഇതാണെന്ന് പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു എന്താ പോലെയാണ്. കാരണം അവിടെ ചെന്നിട്ട് ഇത് കാണിച്ച് അതിൻ്റെ ഹിസ്റ്ററി കൂടി പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ ഒരു രീതി, എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യണം. ഈ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു സ്ഥലത്ത്, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുന്നു, അതിൻ്റെ ഹിസ്റ്ററി ഇപ്പം വിക്കിപീഡിയ മാത്രം വിശ്വസിച്ചാണോ എടുക്കുന്നത്? അല്ലല്ല, നമ്മൾ പല സൈറ്റുകളും നോക്കും. മെയിനായിട്ട് ഇൻ്റർനെറ്റ് തന്നെ നോക്കണം, നമുക്ക് അതേ സോഴ്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ പോണതിന് മുമ്പ് തന്നെ ഞാൻ ഐറ്റ്നറി ഉണ്ടാക്കാൻ തന്നെ എനിക്ക് 3-4 ദിവസം വേണം, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും. കാരണം ഇത് പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലം പോകണം, അതിന് ഇന്ന സ്ഥലത്തേക്കുള്ള വണ്ടി ഉണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നോക്കി എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ പോകുന്ന സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ എടുത്ത് ഒരു ടെക്സ്റ്റാക്കി വെക്കും. നമ്മൾ ഗൂഗിൾ കീപ്പാണ് ഞാൻ യൂസ് ചെയ്യണം. അതിനകത്ത് മൊത്തം എഴുതി വെക്കും, ടെക്സ്റ്റ് ആയിട്ട് തന്നെ എഴുതി വെക്കും ആ സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ ഇത് എന്താ സാധനം എന്ന് എനിക്ക് അവിടെ ചെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളൊരു ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇത് എന്താ സാധനം എന്ന് ചിലപ്പോൾ പേര് മനസ്സിലാവും. മാപ്പിലെല്ലാം നോക്കിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ പേര് ഇതാണ്, പക്ഷെ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നമ്മൾ അറിയത്തില്ല. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഗൈഡ് വേണം, ശരിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നേരെ ഇൻ്റർനെറ്റിനെ ആശ്രയിച്ചിട്ട് അതിൻ്റെ നോക്കണം. അതല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം നേരത്തെ തന്നെ നോക്കി വെച്ചിട്ട് പോവും. പിന്നെ ഈ വോയിസ് ഓവർ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എനിക്കിങ്ങനെ മൊത്തം ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഷോർട്ടുകൾ എടുത്ത് നോക്കും, എന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയാവും, പക്ഷെ എഡിറ്റിങ്ങിന് ടൈമൊക്കെ ഭയങ്കര കൂടുതൽ എടുക്കും. റൂമിൽ വന്നിട്ട് ഫോണിൽ തന്നെയാണ് വോയിസ് ഓവർ എടുക്കുന്നത്. അതെല്ലോ, നല്ല പണിയെടുക്കണ്ടല്ലേ? നല്ല പണിയാത്. മറ്റേ സുഖമാണ്, അങ്ങനെ ക്യാമറ അടിച്ച് ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് പോവാ. എഡിറ്റിങ് സുഖമാണ്, പെട്ടെന്ന് വീഡിയോ പുറത്തിറക്കാം. പക്ഷെ നമ്മുടെ ഈ ഹിസ്റ്ററി പറഞ്ഞ് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് നല്ല ടൈം എടുക്കും. അതാണ് നമ്മുടെ ഈ പ്രോപ്പറായിട്ട് വീഡിയോ ഡിലേ ആവേണ്ട പ്രധാന റീസൺ. എത്ര രാജ്യം പോയിട്ടുണ്ടാവും? ഇപ്പൊ 10-20 കേട്ടുള്ളൂ. മൊത്തം എനിക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. എനിക്ക് ചില വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്, അങ്ങനെ അതൊക്കെ കാണണമെന്നാണ്. എനിക്കിങ്ങനെ
195 രാജ്യവും പോകണം എന്നുള്ളൊരു പ്ലാനൊന്നുമില്ല. എൻ്റെ കൺസെപ്റ്റിൽ അതൊന്നും ഇല്ല ആക്ച്വലി. ഈ ബോർഡറൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചൊരു ചെറിയ പരിപാടിയാണ്. അതുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലെ വ്യത്യസ്തതയും ഹിസ്റ്റോറിക്കൽ പ്ലേസ് എനിക്ക് അതൊക്കെ നോക്കിയാൽ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കുറേ രാജ്യങ്ങളുടെ എണ്ണമൊന്നും ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ ഓക്കെ വ്യത്യസ്ത സ്ഥലങ്ങളും ആയിരിക്കും നമ്മൾ പോകുന്നത്. ഞാൻ അങ്ങനെ നോക്കുന്നേ. ഓക്കെ. ഈ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായപ്പെട്ടത് പാകിസ്ഥാൻ യാത്ര തന്നെയാണ്. ആദ്യമായിട്ട് പാകിസ്ഥാനിൽ പോയി വ്ലോഗ് ചെയ്ത മലയാളി. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ പലരും പലവട്ടം പോയിട്ടുണ്ട്. മലയാളികൾ തന്നെ അവിടെ ജോലിക്കും എല്ലാം പോകുന്നുണ്ട്. പക്ഷെ വ്ളോഗ് ആരും വീഡിയോ ഇട്ടൊന്നും ചെയ്ത് കാണില്ല. മലയാളികൾ ജോലിക്കുണ്ടല്ലേ? ഉണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ അന്ന് ICCയുടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. എൻ്റെ ഒരു ക്യാമറമാൻ മലയാളിയാണ്, എന്നെ അറിയാം. അപ്പോൾ എന്നെ ഒന്ന് ഷെറിനല്ലേന്ന് ചോദിച്ചു, എൻ്റെ പാകിസ്ഥാനിൽ ഇസ്ലാമത് ഹോട്ടലിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി, ഇവിടെ മലയാളി ഞാനിവിടെ. അപ്പോൾ പുള്ളി അതിൻ്റെ ക്യാമറമാനായിരുന്നു, ഈ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ക്യാമറമാൻ. അപ്പോൾ അങ്ങനെ ഒരു മലയാളിനെ അവിടെ വെച്ച് കണ്ട്. ഏത് രാജ്യത്ത് പോലും ഒരു മലയാളിനെ കാണാന്ന് പറഞ്ഞാൽ പക്ഷെ അവിടെ ജോലി ചെയ്യുന്നല്ല, അത് ആ മത്സരത്തിന്റെ ഭാഗമായിട്ട് വന്നായിരിക്കും. അല്ലാണ്ട് വേറെ മലയാളികൾ ജോലി ചെയ്യണോ അറിയില്ല. പക്ഷെ കറാച്ചിയിലൊക്കെ മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പാകിസ്ഥാനികൾ. അതെങ്ങനെ എന്ന് വെച്ചാൽ പണ്ട് ഇവിടുന്ന് മറ്റേ 1921 കലാപം ഉണ്ടായല്ലോ ഇവിടെ. ആ സമയത്ത് കുറേ പേര് ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടായി. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഇല്ല, പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ലല്ലോ 21. അപ്പം അന്ന് കുറേ പേര് ജോലിയൊക്കെ അന്വേഷിച്ച് പോണ കൂട്ടത്തിൽ കുറേ പേര് കറാച്ചി ഭാഗത്ത് വന്നു. പിന്നെയാണ് ഈ വിഭജനം നടക്കണം. കുറച്ച് പേരൊക്കെ തിരിച്ചു വന്നു, ബാക്കിയുള്ളവർ അവിടെ തന്നെ നിന്ന്. നല്ല പച്ച മലയാളം സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്, കറാച്ചിയിലുണ്ട്. അവരുടെ തായ്വഴികളെല്ലാം മലയാളം പറയുമായിരിക്കും അല്ലേ? പുതിയ തലമുറയും പറയും. എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ അപ്പൂപ്പനോ അച്ഛനോ ആരോ കേരളത്തിൽ നിന്നുള്ളതാണ്, ഞാൻ പാകിസ്ഥാനിയാണ്, നിങ്ങൾ കറാച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് തരാം, സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ നിവൃത്തിയില്ല, ബോർഡറൊക്കെ അടച്ച് വിസ ചിലപ്പോൾ കിട്ടില്ല, ഇനി വരാൻ പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. അപ്പം അവിടെ മലയാളിയുണ്ട്, അവർ കട നടത്തുന്നുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട് അവർക്ക്. പക്ഷെ പാകിസ്ഥാൻ സിറ്റിസനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെയൊക്കെ തായ്വഴി മറ്റേ അമേരിക്കയിൽ പോയി അങ്ങനെ നിന്ന പോലെ തലമുറകൾ കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്നത് പോലെ. അത് തന്നെ ആ സംഭവം. ശരിക്കും ഞെട്ടിയായിരുന്നു അവിടെ ചെന്ന് മലയാളം കേട്ടപ്പോൾ പാകിസ്ഥാൻ. ഞാൻ അവിടെ കണ്ടില്ല, ഞാൻ പോയത് ലാഹോർ, ഇസ്ലാമാബാദ്, ഇവര് കറാച്ചിയിലാണ് ഉള്ളത്. കറാച്ചി എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് സൈഡാ. മെസ്സേജാണ് അയച്ചവര്? ഒരു മെസ്സേജ് അയച്ചതാണ് വീഡിയോ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് സംഭവം. ഇതൊന്നും ഇവിടുത്തെ മലയാളികൾക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇല്ല, കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പാകിസ്ഥാൻ ഒരു ശത്രു രാജ്യം, നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കണം ശത്രു രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ കൾച്ചർ, ഇതുപോലെ മലയാളം സംസാരിക്കുന്ന മനുഷ്യർ, ഇങ്ങനെ കുറേ കണക്ഷൻസ് അവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള പല സ്ഥലങ്ങളും ഇപ്പം ഇരിക്കുന്നത് പാകിസ്ഥാനിലാണ്. നമ്മൾ ഈ മോഹൻജദാരോ അതൊക്കെ ഈജിപ്ഷ്യൻ സംസ്കാരം ഉള്ള കാലം തൊട്ടേ ഉള്ള സംഭവമാണ്. മറ്റേ ഹാരപ്പ നാഗരികത സംഭവമൊക്കെ അതൊക്കെ ഇപ്പോൾ പാകിസ്ഥാനില്ല. അതൊക്കെ ആണെങ്കിൽ അവിടെ പോകേണ്ടി വരും. ഇപ്പം നമ്മൾ സിന്ദൂരൊക്കെ തൊടത്തില്ലേ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കല്യാണം കഴിഞ്ഞാൽ. ഇതൊക്കെ ആ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് വന്ന സാധനം. നമ്മുടെ ഭയങ്കര കണക്ഷൻ ഉണ്ട് ബേസ്. ഇപ്പം നമ്മൾ വന്നത് അവിടെ നിന്നാന്ന് പറയണ സൗത്ത് ഇന്ത്യൻസിന്റെ വന്നത് ഇറാനിൽ നിന്ന് ഈ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഏരിയയിൽ വന്ന് ഈ നാഗരികത കഴിഞ്ഞിട്ടാണ് പിന്നെ ആര്യൻസ് വരുന്നു. ബാക്കി സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന നമ്മൾ ഇന്നത്തെ നമ്മുടെ തലമുറ സൗത്ത് സൈഡിലോട്ട് വരുന്നു. ഇങ്ങനെ കുറെ ഹിസ്റ്ററി കിടപ്പുണ്ട്. ഈ പറയാൻ നിന്ന് കുറെ ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകും നമ്മൾ. അത്രയുണ്ട്. ശരി, നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ശരിക്കും ഇറാനാണ് സൗത്ത് ഇന്ത്യൻസിന്റെ. ഇറാനിൽ നിന്ന് വരുന്നു, ഈ പറയുന്ന സൈഡിൽ വരുന്നു. പിന്നെ ആര്യൻസ് നോർത്ത് സൈഡിലോട്ടുള്ള അവരുടെ കടന്നേറ്റം കാരണം നമ്മൾ സൗത്ത് ഇന്ത്യൻ എന്നുള്ള നമ്മുടെ ഒറിജിൻ ബ്ലാക്ക് സ്കിന്നുള്ളവർ താഴത്തോട്ട് വരുന്നു, സൗത്ത് ഇന്ത്യയിൽ സെറ്റിലാവുന്നു. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ചിലവരെ കണ്ടിട്ടുണ്ട് ഭയങ്കര വെളുത്തിട്ട്, അവർ ഇന്ത്യോ ആര്യൻസാണ്. ഇങ്ങനെ കുറേ ഹിസ്റ്ററി ഉണ്ട് ഞാൻ പറയില്ല. നമ്മൾ ദ്രവീഡിയൻസ് ആണ്. ഇതൊക്കെ നമ്മുടെ വംശം നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ സംഭവമുണ്ട്. തമിഴ്നാട്ടിലാണ് ഈ ദ്രവീഡിയൻ്റെ വികാരം കൂടുതലുള്ളത്. കാരണം അവരുടെ പാർട്ടിയുടെ പേരുണ്ടല്ലോ DMK, അതിൻ്റെ ഫുൾ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്നൊക്കെയാണ്. അത് നമ്മളും നമ്മുടെ ഭാഷ ദ്രാവിഡ ഭാഷയാണ്. മലയാളം, തമിഴ്, കന്നഡ എന്നൊക്കെ പറഞ്ഞാൽ ദ്രവീഡിയൻ ലാംഗ്വേജാണ്.
ഓക്കെ, അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര പുതിയ അറിവാണ്. ചിലപ്പോൾ വായിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും ഇങ്ങനത്തെ മേഖലയൊക്കെ, ഹിസ്റ്ററി വായിക്കുന്ന. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കും. എനിക്കൊന്ന് നമ്മൾക്ക് ഇവിടുന്ന് നമ്മൾ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഇപ്പം ഡൽഹിക്കൊക്കെ ജോലി അന്വേഷിച്ച് പോയി അല്ലെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന ആളുകൾ അന്ന് പോയത് കറാച്ചി പോലെ സ്ഥലങ്ങളിൽ. അന്ന് പാകിസ്ഥാൻ ഇല്ലല്ലോ, വിഭജനം നടക്കുന്നൊന്നും സ്വപ്നത്തിൽ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ കുറെ പേര് ഇവിടെ ഫാമിലിയുള്ളവരൊക്കെ തിരിച്ചു വന്നു, കുറെ പേര് അവിടെ തന്നെ നിന്നു. അങ്ങനെ അവരുടെ ഒറിജിൻസ് ഒക്കെ പലപ്പോഴും റിലേറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, നമുക്ക് അറിയാത്തായിരിക്കും. ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും പാകിസ്ഥാനികൾ കല്യാണം കഴിച്ച ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നടക്കുന്നതിന് മുമ്പ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന. എനിക്ക് ഇപ്പൊ കുറച്ചുകൂടെ കലുഷിതമായതിനു ശേഷമാണ് നമുക്ക് ഇതൊക്കെ ഒരു അത്ഭുതം അങ്ങനെ ഉണ്ടോ എന്ന് തോന്നണേ. അല്ലെങ്കിൽ അടുത്ത രാജ്യത്തെ ആള് ഇവിടെ കല്യാണം കഴിക്കുന്നു, അതൊക്കെ നോർമലാണ്. ഇപ്പൊ ഞാൻ പോയ പോലെ അവിടെ സ്ഥിരം ബോർഡർ ക്രോസ് ചെയ്ത് സിഖുകാർ പോകുന്നുണ്ട് തീർത്ഥാടനത്തിന്. ഇപ്പൊ നമ്മളിതൊന്നും കാണുന്നില്ല. എല്ലാരും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് റിലീജിയസ് എന്ന് വെച്ചാൽ അപ്പുറം സൈഡ് പഞ്ചാബ് തന്നെയാണല്ലോ. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ സൈഡും ലാഹോറൊക്കെ ഇരിക്കുന്നത് പഞ്ചാബ് എന്ന് തന്നെയാണ് പറയുന്നത് അവര്. നമ്മുടെ സൈഡും പഞ്ചാബ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടക്കാനുള്ള ഈ അതിർത്തി വന്നേക്കണം. അപ്പൊ കുറെ ഗുരുദ്വാരകളൊക്കെ അപ്പുറത്തായിപ്പോയി. ഇപ്പൊ ഇന്ത്യയിൽ നിൽക്കുന്ന സിഖുകാർക്ക് അവിടെ പോവാം, അവർക്ക് പ്രത്യേകിച്ച് വിസ അടിക്കാതെ നേരെ പോവാം, അവർക്ക് പെട്ടെന്ന് വിസ കിട്ടും, തീർത്ഥാടനത്തിന് പോയിട്ട് വരാൻ പറ്റും. ഇപ്പോഴും ഓപ്പണാണ്, ഇപ്പോൾ അവർക്ക് മാത്രം ഓപ്പണാണ്, ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആണ്. തീർത്ഥാടകർക്ക് ഇപ്പോഴും പോവാം. ഈ പഹൽഗാം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഓപ്പണാണ് ആണല്ലേ, അവർക്ക് ഇപ്പോഴും പോവാം. എനിക്ക് ഇനിയിപ്പം ഒരാൾക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായിട്ടുള്ള, ഇപ്പൊ പാടായിരിക്കും. ഇനിയിപ്പോ വിസയൊക്കെ കിട്ടുമെന്നറിയില്ല. ഇനി പോയാലും ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. പിന്നെ അവിടെ ഉള്ളവരെങ്ങനെ എടുക്കുമെന്നൊന്നും അറിയത്തില്ല, പെരുമാറുന്നും. പണ്ട് ഞാൻ പോയ സമയത്ത് ഈ ഇപ്പൊ റീസെന്റ് ഉള്ള ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനം, കുറച്ച് വലിയ കുഴപ്പമില്ല. അവർക്ക് അത്ഭുതമായിരുന്നു, ഇന്ത്യയിൽ നിന്ന് വന്നോ, അവിടെ ചെല്ലും ചോദിക്കും ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടിയെന്നാണ് അവർ ചോദിക്കണം. അങ്ങനെ അത്ഭുതത്തോടെ ആണ് അവർക്ക് കാണുന്നത്. അവരെ ഇന്ത്യക്കാരെ അധികം കണ്ടിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും. അങ്ങനെ കുറെ ഉണ്ട്. ഇനി ഇപ്പൊ പോകുമ്പോ ചിലപ്പോ ഇനി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. അന്ന് പോയി കഴിഞ്ഞപ്പം ആരെങ്കിലും വന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ? അങ്ങനെ അങ്ങനെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അങ്ങനെ ആരും മോശമായിട്ടൊന്നും അങ്ങനെ പറയുന്നില്ല. കൂടുതൽ വരും ചായ വേണോ, ഭക്ഷണം കഴിച്ചിട്ടോ, ഭയങ്കര സ്നേഹമായിട്ടാണ് നമ്മളൊരു പെരുമാറിയിരുന്നത്. പിന്നെ ചിലവർക്ക് ഒരു ഇതുണ്ട്, ചിലവര് നമ്മളൊക്കെ ഇന്ത്യ എന്നാന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ പാകിസ്ഥാൻ സിന്ദാബാദ് ഇങ്ങനെ നമ്മളെടുത്ത് പറയും. ആയിക്കോട്ടെ ഏട്ടാ ശരി. അത് ചുമ്മാ ഒരു ഇത് അവരുടെ എഡ്യൂക്കേഷന്റെ ഇല്ലായ്മയായിരിക്കും അങ്ങനെ പറയുന്നത്. നമ്മള് ഇപ്പൊ ഒരു പാകിസ്ഥാനിനൊക്കെ, ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നുണ്ട് ഹോസ്റ്റലുകൾ പാകിസ്ഥാനികളെ കാണാം. ഇപ്പൊ ഞാൻ ഫിലിപ്പീൻസ് പോയി, ഞാൻ പോയ ഹോസ്റ്റലിൽ 2 പേര് പാകിസ്ഥാനികളായിരുന്നു. അതും യുദ്ധം നടക്കുന്ന സമയത്ത്, ഈ ഇപ്പം എന്ന് വെച്ചാൽ ആ കറന്റ് സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അവര് എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം രാഷ്ട്രീയമല്ല ബ്രോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ആൾക്കാരെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെയാണ് അതിൻ്റെയൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ വരുന്നവരുണ്ട്. പിന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ മൊത്തം ഇന്ത്യയിലോട്ടാണ് ട്രീറ്റ്മെന്റ്. കാരണം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഇവർക്ക് ചികിത്സ കിട്ടുന്ന സ്ഥലമാണ് ഇന്ത്യ. പാകിസ്ഥാനി ആയാലും അഫ്ഗാൻ, ശ്രീലങ്ക, മാൽദീവ്സ്, ബംഗ്ലാദേശ്, ഈ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ട്രീറ്റ്മെന്റിന് ഇന്ത്യയിലോട്ടാണ് വരുന്ന എല്ലാവരും. പക്ഷേ ഓരോരുത്തർക്കും പിന്നെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ഓരോ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് കുറേ ഇത് വന്നായിരുന്നു, നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനിൽ പോയത്, നമ്മുടെ ശത്രു രാജ്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം, ചിലർ ചീത്തകളി. ശത്രുരാജ്യം എന്ന് പറഞ്ഞാൽ കറന്റ്ലി ശത്രുരാജ്യമാണ്. ഭാവിയിൽ ചിലപ്പോൾ നമ്മളായിട്ട് കൂട്ടായ അപ്പോൾ ശത്രുരാജ്യം എവിടെ പോകും. ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിള് ഇത്രയും നാളും ബംഗ്ലാദേശ് ഇന്ത്യ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്സ് ചേഞ്ച് ആയപ്പോൾ അത് ഏതാണ്ട് ശത്രുരാജ്യം പോലെ തന്നെയായി. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഡൽഹിയിൽ ബോംബ് പൊട്ടിയ കേസൊക്കെ എനിക്കാണ് അതിന് ബംഗ്ലാദേശിൽ നിന്ന് കണക്ഷൻ ഉണ്ട്. പാകിസ്ഥാനാണ് ഇതിന്റെ ബേസ് ശരിക്കും. ഇപ്പൊ നിലവിലെ കറന്റ് സിറ്റുവേഷനിൽ അവിടെ ഭരിക്കുന്ന ആള് നമുക്ക് എതിരാണ്. എന്തായാലും ഇപ്പൊ ഭാവിയിൽ ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ അവിടുത്തെ പുതിയ ജനറേഷൻ വന്ന് അവിടുത്തെ ഭരണത്തിൽ വന്ന് അവര് ഇന്ത്യയായിട്ട് നല്ല ടൈപ്പിൽ പോകണം എന്ന് പറയുന്ന ഒരു ജനറേഷൻ വന്നു കഴിഞ്ഞാല് ഇതൊക്കെ മാറും. ശത്രുരാജ്യം ഇല്ല, ഒന്നുമില്ല. അപ്പൊ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ശത്രുരാജ്യം തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് ഇവരാണ്, പാകിസ്ഥാൻ. അവിടുത്തെ പൊളിറ്റിക്സും. കാരണം അവിടെ ഒന്നാമത് ജനാധിപത്യ ഭരണമൊക്കെ അല്ലല്ലോ, മിലിറ്ററിയാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങളും പിന്നെ മറ്റ് ചില രാജ്യങ്ങൾ പാകിസ്ഥാനെ വെച്ച് ഇന്ത്യനെ ടാർഗറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ
ഇത് പൊളിറ്റിക്സ് ഉണ്ട്, ജിയോ പൊളിറ്റിക്സ്, കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എനിക്ക് തീരണം എന്ന് വിചാരിച്ചാലും തീർക്കാൻ അത് തീരത്തില്ല. ആയുധക്കച്ചവടം ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പരിപാടി നമ്മളതിലൊന്നുമല്ല, നമ്മളൊരു രാജ്യത്ത് പോവാ, സ്ഥലം കാണാൻ, കണ്ടിട്ട് വരാം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു അവസരം കിട്ടി, നമ്മൾ പോയി. ഇനിയൊരു അവസരം കിട്ടുമെന്ന് പോലും അറിയത്തില്ല. ഇനി എത്ര പേര് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടി, നേരെ പോയി സ്ഥലം കണ്ട് തിരിച്ചു വന്നു. ഈ ആരെങ്കിലും ഇത് പോയതിനു ശേഷം മെസ്സേജ് അയച്ചോ എനിക്കും പോകാൻ താല്പര്യമുണ്ട് എന്താണെന്ന് എത്ര പേര് ഇതെങ്ങനെ, എൻ്റെ പ്രൊസീജിയർ എന്താണെന്നോ എനിക്ക് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും പോകാൻ ആഗ്രഹമുണ്ട് ഈ സ്ഥലം. കാരണം നമുക്ക് ആക്സസ് ഇല്ലാത്ത സ്ഥലത്ത് പോകാനാണ് കൂടുതൽ. അന്റാർട്ടിക്ക പോകുമ്പോൾ ഇത്ര താല്പര്യം കാണാനില്ല. അത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി എങ്ങനെയും പോകാന്ന് പറയും. ഇതാണ് നമുക്ക് അതാണ് അന്റാർട്ടിക്കക്ക് പോകാനേക്കാളും താല്പര്യം ആൾക്കാർക്ക് പാകിസ്ഥാൻ കാണണമെന്നുണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഞാൻ ഒരുപാട് നെഗറ്റീവ് വരുമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത് ഇപ്പോൾ ഈ പഹൽഗാമിൻ്റെ പ്രശ്നം കാരണം ശേഷമാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ചീത്ത വിളിയായിരിക്കും. പക്ഷെ ചെറിയ രീതിയിലൊക്കെ ചെറിയ ഭീഷണിയും ചെറിയ ചീത്ത വിളിയും എന്നുവെച്ചാൽ താരതമ്യം ഭയങ്കര കുറവാണ്. ഇപ്പം 100-ൽ 5 പേര് പോലും ചീത്ത വിളിച്ചില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ എടുത്തത്. അപ്പോൾ പക്ഷെ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ തലവേദന ചെയ്ത് ഇസ്രായേലിൽ പോയപ്പോഴായിരുന്നു. ഇസ്രായേലിൽ ആ വീഡിയോ നിർത്തിക്കൊണ്ട് വന്നു. അത്രയും വെള്ളവും ചീത്തവും പ്രശ്നമായിരുന്നു. അതാ എന്നാ നമ്മളായിട്ടൊരു ബന്ധമില്ലായിരുന്നു. എനിക്ക് ചീത്തവിളി കൂടുമ്പോൾ റിട്ടൻഷൻ കൂടും, റവന്യൂ പാർട്ട് ഭയങ്കരമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് വരുമാനം കൂടും. ചീത്ത വിളിക്കാനാണോ നല്ല പറയണമെന്നൊന്നും വിഷയമല്ല, നമ്മുടെ റവന്യൂ കൂടും. ഞാൻ ചില വ്ളോഗേഴ്സ് പറയുന്നുണ്ട് മാക്സിമം ഫേക്ക് ഐഡിയിൽ നിന്ന് നമ്മൾ തന്നെ വന്ന് തെറി വിളിക്കാനുള്ള സാധനം കൊടുക്കുക, അതിന്റെ താഴെ ആൾക്കാർ പിടിച്ച് തൂങ്ങിക്കോളും. എത്രത്തോളം തെറിവിളി വരുമോ അത്രത്തോളം റിട്ടൻഷൻ കേട്, ഞങ്ങൾക്ക് വരുമാനം കൂടുന്നു പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ചീത്ത വിളിച്ച് തന്നെ ഇവനെന്തോ പറ്റും. ആർക്കും ഒന്നും സംഭവിക്കില്ല. അത് തിരിച്ചാണ് സംഭവിക്കണം. നമ്മൾ ഒരാളെ നേരിട്ട് പോയി ചീത്ത വിളിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും, അടി കിടക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടോ അവൻ കയറി വരികയുള്ളൂ. അതെ അതെ, അവൻ ഫേമസ് ആവുള്ളൂ. ഇത് നേരെ തിരിച്ചേ സംഭവിക്കുള്ളൂ. ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറലായി വന്നത്, ഓരോ കോമഡിത്തരങ്ങൾ കാണിച്ചു വന്നാൽ അവരൊക്കെ ഭയങ്കര ഹിറ്റാ. എന്താ റീസൺ? ആൾക്കാർ എൻ്റെ അടുത്ത് പോയിട്ട് ചീത്ത വിളിയുമ്പോഴും ഇവന്മാര് കയറും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് തിരിച്ചാണ്. ഇതിന്റെ പരിപാടി ആർക്കും അറിയത്തില്ലല്ലോ എങ്ങനെയാണ് ഇത്. എൻ്റെ അടുത്ത് വളരെ പ്രശസ്തനായ ഒരു ബ്ലോഗർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ എന്നെ ഫേക്ക് ഐഡിയിൽ നിന്നിട്ട് ആരുടെയെങ്കിലും തള്ളക്കി വിളിക്കും തിരിച്ച്. ഇവന്മാരും മണ്ടന്മാര് ഇതിന്റെ അകത്തൊന്ന് തിരിച്ച് മറുപടിയായിട്ട് തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവന്മാർ എത്രത്തോളം തെറി പറയണോ എനിക്ക് അത്രത്തോളം കാശ് കിട്ടുന്നു. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, കാണുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെ കോമഡിയാണ് ഇതിന്റെ കാര്യം പറഞ്ഞാൽ ചിരിച്ചാവും. യുദ്ധത്തിന് ശേഷം ഇടുന്നു എന്നുള്ള ഇപ്പൊ യുദ്ധം വരെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അതിന് മുന്നേ ഇടാൻ വച്ചിരുന്നായിരുന്നു ആക്ച്വലി. അത് ഞാൻ ഫെബ്രുവരി പോയതല്ലേ. ഇപ്പം ഈ ഇഷ്യൂ നടക്കുന്നത് ഏപ്രിലാണ്. ഇപ്പം കറക്റ്റ് ഞാൻ ആ ടൈമിലാണ് ഇടാൻ പോയത്. ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, അപ്പോഴാണ് മൊത്തം പ്രശ്നമായത്. പിന്നെ ഞാൻ വിചാരിച്ചത് ഇനി ഇപ്പം ഇടാൻ പറ്റില്ല, പോസ്റ്റ് കളഞ്ഞു. ജസ്റ്റ് ഒരു ഞാൻ ഇന്ന ട്രിപ്പ് പോകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അവിടെ ഇഷ്യൂ ആണ്. ഞാനത് അറിഞ്ഞില്ല. ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യണത് എന്ന് വെച്ചാൽ അത് പിന്നെ ആ സമയത്ത് ആൾക്കാർ ആ രീതിയിൽ വികാരത്തിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഇതും കൂടി നോക്കണമല്ലോ. ഇപ്പോൾ മരിച്ചു പിടിച്ചാൽ നമ്മൾ തമാശ പറയുന്ന പോലെ ഇരിക്കും. സിറ്റുവേഷൻ അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്തിട്ട് റീച്ച് കൂടുതൽ കിട്ടും. എൻ്റെ ഇപ്പം ഇന്നത്തെ വീഡിയോ പോലെ ഒരു മില്യനൊക്കെ അടിച്ച് പോവും, അതെനിക്ക് കാശും കിട്ടും. പക്ഷെ നമ്മൾ അത് മുതലെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ ആ സമയത്ത് ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പയ്യെന്ന് അതൊക്കെ ഒതുങ്ങിയപ്പോൾ അതാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇട്ടത്. എനിക്ക് തോന്നുന്നു എന്റെ ഫ്രണ്ടിൽ ഒരു കുറച്ചധികം ലെങ്ത് വരുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. ഞാൻ പിന്നെ നല്ല പേടിയുണ്ടായിരുന്നല്ലേ? അതുകൊണ്ടുണ്ട് ഞാൻ വിചാരിച്ച് എത്ര പേര് മറ്റേ NIAക്ക് കംപ്ലൈന്റ് ചെയ്തു, കുറെ പേര് കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല, അവരുടെ രാഷ്ട്രീയം വെച്ചിട്ട് അതെന്തോ പ്രശ്നമാണെന്ന് ചിന്തിച്ചിട്ട്. എന്താണ് അവർ കംപ്ലൈന്റ് ചെയ്തത് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് കമന്റിൽ തന്നെ പറയുന്നുണ്ട്, കുറെ പേര് മെസ്സേജ് അയച്ച് നിന്റെ വീഡിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, NIAക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒഫീഷ്യൽ കോൾ വല്ലതും വന്നോ? ഇല്ല, അത് അവർക്കറിയാലോ. അവർക്കിത് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇപ്പൊ എൻ്റെ ഏറ്റവും കൂടുതൽ കമന്റ് വന്ന ഇതാണ്, മറ്റേ ഒരു പെണ്ണിനെ പിടിച്ചില്ലേ, എന്താണ് ജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറെ പിടിച്ചില്ലേ, ഹിന്ദിക്കാരി, പാകിസ്ഥാനിൽ പോയി. അപ്പോൾ ഒരു പെണ്ണ് പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്, അതുപോലെ നിന്നെയും പിടിക്കും, NIAക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തിരിച്ചല്ലേ ഇവിടുത്തെ
ഒരു ഇന്ത്യക്കാരി ഇവരുടെ കൈ പോയിട്ട് അതന്നെ പോയിട്ട് വന്ന അപ്പൊ ഇവിടുത്തെ രഹസ്യങ്ങള് എന്തൊക്കെയോ സംഭവം സംഭവിച്ചാൽ അറസ്റ്റ് ഒക്കെ ചെയ്തല്ലോ. അത് ആക്ച്വലി ആ പെണ്ണെന്തോ ചാരപ്രവൃത്തി എന്തോ പരിപാടി നടത്തി. അതിന് വീഡിയോ എടുത്തതിനല്ല പൊക്കിയത്. ആൾക്കാർ പറഞ്ഞ വീഡിയോ അവിടെ പോയി വീഡിയോ എടുത്തതിനാണ് ആ പെണ്ണിനെ പിടിച്ചത്. അതിനല്ല പിടിച്ചത്. ആ പെണ്ണെന്തോ ആയിട്ട് കണക്ഷൻ ഇതൊക്കെ ഉണ്ട്. അതായത് ആ പെണ്ണ് ഇന്ത്യക്ക് എതിരെയാണ് പ്രവർത്തിച്ചത്. ആ പെണ്ണിന് എന്തോ കണക്ഷൻ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ ആരൊക്കെ ആയിട്ട്. അതിനാണ് ആ പെണ്ണിനെ പൊക്കിയത്, അല്ലാതെ വീഡിയോ എടുത്തതിനല്ല. എത്ര ഞാൻ നോക്കുമ്പോ ഹിന്ദിക്കാരടക്കം എത്ര തമിഴിൽ നിന്ന് പോയിട്ടുണ്ട്, കന്നഡക്കാരൻ. എൻ്റെ ഒപ്പം ഒരു കന്നഡക്കാരനുണ്ടായിരുന്നു. പല ഹിന്ദി വ്ളോഗേഴ്സും പോയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ കറാച്ചിയിലെ ഈ മലയാളം സംസാരിക്കുന്ന ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വ്ളോഗർ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്താണ് ആദ്യം കാണുന്നത്. ആണല്ലേ? ഒരുപാട് പേര് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പേര് പോകുന്നുണ്ട്. പക്ഷെ ഈ ചാരപ്രവൃത്തി ചെയ്തതിനെ പിടിക്കണം, അല്ലാണ്ട് വെറുതെ പോകണതിനെ പിടിക്കത്തില്ല. അതല്ലേ റിപ്പോർട്ടിങ് വന്നിട്ടുണ്ടായിരുന്നോ വീഡിയോക്ക്? ഇല്ല, അങ്ങനെയൊന്നും കുറെ പേര് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് പൂട്ടി പോകുന്നില്ല. കാരണം അവിടെ ഇത് നോക്കുന്ന ആള് മണ്ടന്മാരൊന്നുമല്ലല്ലോ, അവർക്കിത് അറിയാം. എനിക്കിവിടെ യൂട്യൂബിന്റെ ഒക്കെ പോളിസി തന്നെ അത് മാറ്റി. ഇപ്പൊ ഡിസ്ലൈക്ക് ബട്ടൺ മാറ്റിയത് എന്താ? ഡിസ്ലൈക്ക് ബട്ടൺ യൂട്യൂബിന് എടുത്ത് മാറ്റി. അത് ഇന്ത്യക്കാരുടെ ഗുണം കൊണ്ടാണ്. ഇവന്മാർക്ക് ഒരു ടാർഗറ്റായിട്ട് ഒരാളുടെ അഭിപ്രായം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റേ നെഗറ്റീവ് എന്താണ് മറ്റേ ഡിസ്ലൈക്ക് ബട്ടൺ അടിക്കണ പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. യൂട്യൂബ് അതെടുത്ത് മാറ്റിയപ്പോൾ എന്തുകൊണ്ടാ ഇത് ഇവരെ ഇങ്ങനെ കാണിക്കണോണ്ടാ. അപ്പോൾ അതുപോലെ തന്നെ റിപ്പോർട്ടിങ് ചുമ്മാ കുറേ പേര് മാസ് റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ആ വീഡിയോനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ ആ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് യൂട്യൂബിൻ്റെ ഒക്കെ പോളിസിയിൽ നമ്മൾ ലംഘിച്ചാൽ മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ വീഡിയോനൊന്നും സംഭവിക്കില്ല. അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലൊന്നും ഒന്നും പ്രശ്നമൊന്നും വരത്തില്ല. ഒരു ക്യൂരിയോസിറ്റിയുടെ ചോദ്യമാണ്, പാകിസ്ഥാൻ യാത്രയ്ക്ക് എത്ര രൂപ മൊത്തം സ്പെൻഡ് ആയിട്ടുണ്ടാവും? ശരിക്കും പാകിസ്ഥാനിൽ ഒട്ടും ചിലവൊന്നുമില്ല, ഭയങ്കര ചീപ്പാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒപ്പം പോയത് കൊണ്ടാണ് എനിക്ക് ഇത്തിരി എക്സ്പെൻസ് വന്നത്. ഏതാണ്ട് $1500 കൊടുത്തിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അതാ അവര് കുറച്ചുകൂടെ ആയപ്പായിരുന്നു. മാക്സിമം കാശടിച്ച് മാറ്റാനായിട്ടുള്ളൊരു ഇത്. എൻ്റെ അടുത്ത് ആദ്യം ഞാൻ അന്വേഷിച്ചപ്പോൾ $1100 പിന്നെ അവരുടെ സീറ്റില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു സീറ്റ് ഉണ്ട് പോരെന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് ഒരു സീറ്റ് ഉണ്ട്, അവര് പൈസ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടി. ഇത് എൻ്റെ അടുത്ത് രണ്ട് സീറ്റില്ല, ഫുള്ളാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഞാൻ പിന്നെ ഇത് പ്ലാനൊക്കെ വിട്ട് ഞാൻ വേറെ പ്ലാനായി. പെട്ടെന്ന് ഏതാണ്ട് 2 ആഴ്ച എന്തോ ഗ്യാപ്പിൽ ഇവർ കുറിച്ചിട്ടുണ്ട് സീറ്റ് ഉണ്ട് $2000 എന്ന് പറഞ്ഞു. ഞാൻ പറയും $2000 ഞാൻ വരുന്നില്ലെന്ന് പറയും. ഞാൻ പറയും എൻ്റെ കയ്യിൽ ഇത്ര ബഡ്ജറ്റൊന്നും ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ റേറ്റ് കുറച്ച് അവസാനം ബാർഗൻ ചെയ്ത് $1500 എത്തിച്ചാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന ബീഹാറിൽ നിന്ന് വന്ന വണ്ടിയിൽ നിന്ന് $2000 മേടിച്ച്. അവനത് അറിയത്തില്ല, അവൻ സ്റ്റാർട്ട് ചെയ്ത് വന്ന ഒരു യൂട്യൂബറായിരുന്നു. അവൻ ആ പൈസ കൊടുത്ത്. അപ്പോൾ ആ ട്രിപ്പിൽ വന്ന പലരും പല റേറ്റ് കൊടുത്താണ്. ഞാൻ ബാർഗെയിൻ ചെയ്ത് അങ്ങനെ എത്തിച്ചുകൊണ്ട് 1500 എക്സ്പീരിയൻസ് ഉള്ളവന്മാരെ കുറച്ചുകൂടെ കുറപ്പിച്ച്. അങ്ങനെ കുറെ കോമഡി. അതങ്ങനെ എന്ന് വെച്ചാൽ അതാ ഇടനിലക്കാരിൽ നിന്ന് എടുക്കുന്ന പൈസയാ, അല്ലാണ്ട് പാകിസ്ഥാനിൽ വലിയ ചിലവൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചിലവ്? സത്യം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്, കാരണം അത്രയും കറൻസി വാല്യൂ ഒന്നും ഇല്ലല്ലോ. അപ്പം മൊത്തം എത്ര രൂപ സ്പെൻഡ് ആയിട്ടുണ്ടാവും? എനിക്ക് പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഫ്ലൈറ്റ് പിടിച്ചാണ് അമൃത്സറിൽ പോയത്. നമ്മൾ വാഗാ ബോർഡറാണല്ലോ ക്രോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ 40,000 രൂപ. 2-3 ലക്ഷം മിനിമം ആയിട്ടുണ്ടാവും. ഇല്ലില്ല, 1,80,000 രൂപ ഫുൾ എക്സ്പെൻസ് ഉൾപ്പെടെ ടോട്ടൽ. എത്ര ആയിട്ടുണ്ടാവും? എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് അമൃത്സർ പോയ എൻ്റെ ഫ്ലൈറ്റ് ഉൾപ്പെടെ അത്ര ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ? എത്ര ദിവസം നിന്നിട്ട് പോകുന്നു? 7 ദിവസം. അത്ര ആയുള്ളൂ അല്ലേ? എനിക്ക് തോന്നുന്നത് അത്രയും പോലും വരില്ല നമ്മൾ വേറെ രീതിയിലൊക്കെ പോവാണെങ്കിൽ. മറ്റേ ഇത് ആ $1500 അതിന്റെ അവർക്ക് കൊടുത്ത പൈസ തന്നെയാണ്. നമുക്ക് വല്ല 50,000 രൂപ ഉണ്ടെങ്കിൽ അതും വേണ്ടെന്ന് തോന്നുന്നു പോയിട്ട് വരാൻ. അത്രയും പോലും വേണ്ട. ഓക്കെ, എത്ര റിട്ടേൺ കിട്ടുന്നുണ്ടാവും ഏറെക്കുറെ? എക്സാക്ട് പറയണമെന്നില്ല, പക്ഷേ ഞാൻ അതാ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ആദ്യമേ. അല്ല എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബറാണല്ലോ, നമുക്ക് ഇതൊക്കെ റിട്ടേൺ വരും. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടാണ്. എന്നുവെച്ചാൽ മുടക്കിയതിനേക്കാളും കൂടുതൽ പൈസ കിട്ടും. അതെല്ലാ ട്രിപ്പും അങ്ങനെ ഞാനത് പ്ലാൻ ചെയ്തേ പോവുള്ളൂ. ഇപ്പോൾ ഒരു ട്രിപ്പിന് 2 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എപ്പിസോഡുകൾ പ്ലാൻ ചെയ്യും, ഡേയ്സ് പ്ലാൻ ചെയ്യും. ഇത്ര എപ്പിസോഡ് ഇട്ടാൽ നമുക്ക് ഈ മുടക്കിയ പൈസ തിരിച്ചു കിട്ടണ്ടേ? ഇല്ലെങ്കിൽ നഷ്ടം വരും. അടുത്ത ട്രിപ്പിന് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചാണ് അടുത്ത ട്രിപ്പ് പോകാൻ. അപ്പം ഞാനങ്ങനെ കുറച്ച് ബിസിനസ് രീതിയിലും കൂടി ചിന്തിച്ചാലേ ഈ പരിപാടി മുന്നോട്ട് പോകുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വ്ളോഗേഴ്സിൽ എക്സ്പെൻസ് വരുന്നത് ട്രാവൽ വ്ളോഗേഴ്സിനാണ്. കാരണം ഫ്ലൈറ്റ് എടുക്കണം, ഓരോ രാജ്യത്തെ എക്സ്പെൻസ് എടുക്കണം. അപ്പം ഞാനിത് ഫുള്ള് ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യും. എങ്ങനെ പോകണം, എത്ര രൂപ ചിലവ് വരും, ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടും.
ഫ്ലൈറ്റ് ടിക്കറ്റാണ് എപ്പോഴും നമുക്ക് വള്ളിയായിട്ട് വന്നത്. ഭയങ്കര റേറ്റ്. ഒരു രാജ്യത്ത് പോണതിൻ്റെ എക്സ്പെൻസിനേക്കാളും കൂടുതലായിരിക്കും ഫ്ലൈറ്റിൻ്റെ റേറ്റ് തന്നെ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ അപ്പോഴേക്കും എത്ര എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം റിട്ടേണും കൂടി കിട്ടണമല്ലോ, ഇല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ഇത് മൊത്തം നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പരിപാടി അടച്ചുകൂട്ടി പോകേണ്ടി വരും, വേറെ നിവൃത്തിയില്ലാണ്ട് വരും. ഇപ്പം നമ്മളിപ്പം 2-3 സ്ഥലങ്ങളിലാണല്ലോ പോകാൻ പറ്റിയിട്ടുള്ളൂ. അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമുക്ക് അറിയാൻ പറ്റുമായിരുന്നോ? നമുക്കൊരു ഐറ്റിനറി തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന സ്ഥലങ്ങളിൽ പോവും. പക്ഷേ ഇത് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല, കാരണം ഇതെല്ലാം പെട്ടെന്നായിരുന്നു നടന്നത്. ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ കണ്ടു, പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ ചോദിച്ചിട്ട് വേറെ എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ടൊക്കെ എടുക്കുന്നത്. നമുക്ക് വിസ തരുമ്പോൾ തന്നെ വിസക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി വിസ എടുക്കുമ്പോൾ അത് ആ പാക്കേജ് ട്രിപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് അവരങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ എഴുതുമായിരിക്കും. പക്ഷെ ആ എഴുതിയതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ സിറ്റി വിടുമ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മളിവിടുന്ന് എക്സിറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സീലൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ. അതുപോലെ ചെല്ലുമ്പോഴും ഇതുപോലെ എന്ത് ചെയ്യണം? ഇന്ത്യക്കാർക്കാണോ? മേ ബി ഇന്ത്യക്കാർക്ക് ആയിരിക്കണം, വേറെ രാജ്യക്കാർക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തപോലെ എല്ലാം ഈ ഗുരുദ്വാര മാത്രം, അത് മെയിൻലി ഗുരുദ്വാര ട്രിപ്പായിരുന്നു, തീർത്ഥാടനമല്ലേ. നമുക്ക് പോയി ബോറടിച്ച് സ്ഥലത്ത് നിന്നിട്ട് എന്തെങ്കിലും കാണിക്കണ്ടേ. അപ്പം ഞങ്ങൾ എന്നിട്ട് സെപ്പറേറ്റ് അവരോട് പറഞ്ഞ് സ്പെഷ്യലി വേറെ അവരുടെ സെക്രട്ടേറിയറ്റ് പോയി, പാകിസ്ഥാൻ്റെ പഞ്ചാബിൻ്റെ. അതിൻ്റെ ഉള്ളിൽ പോയി വീഡിയോ എടുക്കൽ നടക്കൂല. ഞാൻ പല വീഡിയോ കണ്ടില്ല, അത് വീഡിയോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു പോയിന്ന്. പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഈ ലാഹോർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സെക്രട്ടേറിയറ്റ് ലാഹോറിലുണ്ട്. നമ്മൾ ഏതാണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില്ലേ ഏതാണ്ട് അതുപോലെ തന്നെ കുറേ വൈറ്റ് ബിൽഡിങ്ങും ഗവൺമെൻറ് ഓഫീസാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ പോയി ക്യാമറ ഒക്കെ അവിടെ മേടിച്ച് വെച്ച് ഉള്ളിൽ പോയിട്ട് പാസ്പോർട്ടായിട്ട് പോയി അവിടെ ഒരു ഓഫീസിൽ പോയി പെർമിറ്റ് മേടിച്ച് സെപ്പറേറ്റ്. എന്നിട്ടാണ് നമ്മൾ ആ മാർക്കറ്റിൽ കൂടിയൊക്കെ ഇറങ്ങി നടന്ന. ഒരു ഭയങ്കര സാധാരണ ലൈഫ് അല്ല മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഒരു ഏറ്റവും സാധാരണക്കാര് നമുക്ക് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് പോയാൽ അങ്ങനെ അതൊക്കെയല്ലേ കാണേണ്ടത്. മെയിനായിട്ട് അവരുടെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് പോയി അങ്ങനെ കണ്ടതാണ്. വണ്ടികളൊക്കെ ചില വണ്ടികളൊക്കെ വളരെ പ്രത്യേകതയുള്ള, എല്ലാ വണ്ടിയും പ്രത്യേകത. നമ്മുടെ നാട്ടിലെ 800 ഒക്കെ വേറെ പേരില് ഞാൻ കണ്ടു. മെഹ്റാൻ എനിക്ക് വേണം അതിന്റെ ശരിക്കും പേര് അതാന്ന് തോന്നുന്നു, മെഹ്റാൻ എന്നാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കമന്റ് ചെയ്തായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഓരോ രാജ്യത്തിനനുസരിച്ച് പേര് മാറുന്നതാവാം. അങ്ങനെ എന്തൊക്കെയുണ്ട്. നമ്മുടെ ഒമിനിന് എന്താണ് ബോല എന്നൊക്കെ പറയുന്നത്, ബോലാൻ. പിന്നെ കുറെ നമ്മൾ കാണാത്ത പല ടൈപ്പ് വണ്ടികളുണ്ട്. പിന്നെ കുതിര വണ്ടി, കാളവണ്ടി, കഴുത വണ്ടി, ഇതൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ള മാർക്കറ്റിൽ കൂടെ പോയ പോർഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ഇപ്പം ഞാനത് ഏത് സിനിമയാന്ന് പറഞ്ഞത്, ഒരു ഫെസ്റ്റിവൽ സിനിമയിലാണെന്ന് എൻ്റെ വിശ്വാസം. ഒരു കുട്ടി പാകിസ്ഥാനിൽ പോയി ഇറങ്ങിയിട്ട് ഇത് ഇന്ത്യയെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ഡയലോഗിന് കണ്ടിരിക്കുന്നവർ സ്പോട്ടിൽ കൈയടിച്ചൊരു ഡയലോഗുണ്ട്. എക്സാക്ട് ഡയലോഗ് ഇതല്ല, പക്ഷെ എൻ്റെ അർത്ഥം ആ കഥ പറയുന്നത് ഇതാണ്, രണ്ടും വ്യത്യാസമല്ല എന്നുള്ള രീതിയിലാണ് ആ സിനിമ പറയുന്നത്. അത് തന്നെ. അതായത് നമ്മുടെ ഈ ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ കാണുന്ന അതേ കൾച്ചർ തന്നെയാണ് അപ്പുറത്ത്. നേരെ ഇതൊക്കെ സെയിം ഏരിയ അല്ലേ. അതെ, 2 രാജ്യമായി പോയതാണ് 47. പക്ഷേ ഇവരുടെ ഭാഷയിൽ വ്യത്യാസമുണ്ട്, കൾച്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട്, ഡ്രസ്സിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതല്ലാണ്ട് ഏരിയ ഒക്കെ കണ്ടാൽ അത് ഒരുപോലെ ഇരിക്കും ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായില്ലേ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.